डरिए मत, डरिए मत सर, डरिए मत. You came to my area twice during the campaign, sir. आज तो सुन के जाइए, sir. The last time I stood here, sir, the last time I stood here, I was not allowed to speak. The ruling party has paid a very heavy price for throttling the voice of one MP. The word Manipur nowhere in the speech. Why do we refer to the generic Northeast? Prime Minister has to take to social media himself to tell people that no, it is not Modi ka Parivar, it is NDA, the Nitish Naidu Dependent Alliance. ये तुम लोगों के नाम जपो में पहले सा आराम नहीं, जबरदस्ती के जय श्री राम में सब कुछ है, पर राम नहीं. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ബി.ജെ.പിയെയും പാർലമെന്റിൽ കടന്നാക്രമിച്ച് തൃണമൂൽ കോൺഗ്രസ് എം പി മഹുവ മൊയ്ത്ര തന്നെ നിശബ്ദയാക്കാൻ ശ്രമിച്ച ബി.ജെ.പിയെ ജനങ്ങൾ പാഠം പഠിപ്പിച്ചു എന്ന് മഹുവ മൊയ്ത്ര പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പ്രസംഗിച്ചതിന് പിന്നാലെയായിരുന്നു മഹുവ മൊയ്ത്രയുടെ പ്രസംഗം. ബി.ജെ.പിയുടേത് ന്യൂനപക്ഷ സർക്കാരാണ് എന്നും ഏത് നിമിഷവും താഴെ വീഴുമെന്നും മഹുവ മൊയ്ത്ര പറഞ്ഞു. രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം കഴിഞ്ഞതിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മന്ത്രിമാരും സഭയിൽ നിന്നിറങ്ങാനായി എഴുന്നേറ്റിരുന്നു. ഇതിനെ കളിയാക്കിക്കൊണ്ടായിരുന്നു മഹുവ പ്രസംഗം ആരംഭിച്ചത്. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി, എനിക്ക് പറയാനുള്ളത് കേൾക്കണം എന്ന് നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. പേടിക്കാതിരിക്കൂ, അല്പനേരം ഇവിടെ ഇരിക്കൂ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു മഹുവയുടെ പ്രസംഗം. കഴിഞ്ഞ ലോക്സഭയിൽ ബി.ജെ.പി തന്നെ നിശബ്ദയാക്കാൻ ശ്രമിച്ചു എന്നും അതിനു പകരമായി ബി.ജെ.പിയുടെ 63 എംപിമാരെ എന്നേക്കുമായി ജനങ്ങൾ നിശബ്ദരാക്കിയെന്നും മഹുവ മൊയ്ത്ര കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ തവണ ഇവിടെ എന്നെ സംസാരിക്കാൻ അനുവദിച്ചില്ല. എന്നാൽ ഒരു എംപിയുടെ ശബ്ദം അടിച്ചമർത്താൻ ശ്രമിച്ച ഭരണകക്ഷിക്ക് വലിയ വിലയാണ് നൽകേണ്ടി വന്നത് മഹുവ ചൂണ്ടിക്കാട്ടി. ബി.ജെ.പി സർക്കാർ സുസ്ഥിരമല്ലെന്നും സഖ്യകക്ഷികളെ ആശ്രയിക്കുന്നതിനാൽ ഏത് ദിവസവും അത് തകരാമെന്നും അവർ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ പ്രധാനമന്ത്രിയും കൂട്ടരും ഉപയോഗിച്ച ഭാഷ കേട്ട് രാജ്യം ലജ്ജിച്ചു പോയെന്നും മഹുവ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്തരം വിഷലിപ്ത പ്രചരണങ്ങൾ മൗനം പാലിച്ചു എന്നും അവർ വിമർശിച്ചു. പെരുമാറ്റച്ചട്ടം നിലനിൽക്കിയ ഭരണകക്ഷി പലതവണ അത് ലംഘിച്ചെന്നും എന്നാൽ അപ്പോഴെല്ലാം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കണ്ണടച്ചു എന്നും മഹുവ മൊയ്ത്ര കുറ്റപ്പെടുത്തി. CBI, ED എന്നീ ഏജൻസികളെ ഉപയോഗിച്ച് പ്രതിപക്ഷ നേതാക്കളെ വേട്ടയാടാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിച്ചത് എന്നും അവർ പറഞ്ഞു. ഒടുവിൽ ഇതിനൊരവസാനം വേണമെന്ന് ജനങ്ങൾ തീരുമാനിച്ചു എന്നും അതാണ് വോട്ടെടുപ്പിൽ പ്രതിഫലിച്ചത് എന്നും മഹുവ ചൂണ്ടിക്കാട്ടി. തൻ്റെ നിയോജക മണ്ഡലമായ കൃഷ്ണനഗറിലെ ജനങ്ങളുടെ അചഞ്ചലമായ പിന്തുണയ്ക്ക് മൊയ്ത്ര തൻ്റെ പ്രസംഗത്തിൽ നന്ദി രേഖപ്പെടുത്തി. നേരത്തെ തന്നെ ഭഗവാൻ കൃഷ്ണനാണ് രക്ഷിച്ചതെന്നും ഇത്തവണ കൃഷ്ണനഗറിലെ ജനങ്ങൾ താൻ പാർലമെന്റിൽ തിരിച്ചെത്തുമെന്ന് ഉറപ്പുവരുത്തിയെന്നും മഹുവ പറഞ്ഞു. രാജ്യത്തെ തുടർച്ചയായുള്ള ട്രെയിൻ അപകടങ്ങൾ സർക്കാരിൻ്റെ പിടിപ്പുകേട് കൊണ്ടാണെന്നും അവർ ആരോപിച്ചു. 1,80,000 കോടി രൂപയാണ് നിങ്ങൾ ഒരു മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിനിന് വേണ്ടി അനുവദിച്ചത്. 1 കിലോമീറ്റർ അതിവേഗ റെയിൽപാതയ്ക്ക് 200 കോടി രൂപയാണ് ചെലവ്. ട്രെയിനുകളുടെ സുരക്ഷയ്ക്കായി കവച് ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു. ഇന്ത്യയിലെ എല്ലാ ട്രെയിനുകളിലും കവച് സംവിധാനം നടപ്പാക്കാൻ വേണ്ടത് 63,000 കോടി രൂപയാണ്. എന്നാൽ ഒരൊറ്റ മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിനിന് വേണ്ടി ചിലവാകുന്നത് 1,80,000 കോടി രൂപയാണ്. കഴിഞ്ഞ ജൂണിൽ ബാലാസോറിൽ 3 ട്രെയിനുകൾ കൂട്ടിയിടിച്ച് 296 പേർ മരിച്ചു. അന്ന് റെയിൽവേ മന്ത്രാലയം പറഞ്ഞു കവച് ആ ട്രെയിനുകളിൽ പ്രവർത്തനക്ഷമമായിരുന്നില്ല എന്ന്. കഴിഞ്ഞ ആഴ്ച കാഞ്ചൻജംഗ എക്സ്പ്രസ് ഗുഡ്സ് ട്രെയിനുമായി കൂട്ടിയിടിച്ച് മരിച്ചു. അപ്പോഴും മന്ത്രാലയം പറഞ്ഞു കവച് ആ ട്രെയിനുകളിൽ പ്രവർത്തനക്ഷമമായിരുന്നില്ല എന്ന്. ഇക്കോണമിക് ടൈംസ് അടുത്തിടെ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് പ്രകാരം കവചിന് അനുവദിക്കുന്ന ഫണ്ടിംഗ് നില അനുസരിച്ച് എല്ലാ റൂട്ടുകളിലും കവച് സംവിധാനം വരാൻ 50 വർഷമെടുക്കുമെന്നാണ്. എന്നിട്ടാണോ നിങ്ങൾ ബുള്ളറ്റ് ട്രെയിനിനെ കുറിച്ച് സംസാരിക്കുന്നത് എന്നും മഹുവ ചോദിച്ചു. ചോദ്യങ്ങൾക്ക് പണം അഴിമതിയിൽ ഉൾപ്പെട്ടെന്നാരോപിച്ച് 2003 ഡിസംബറിൽ മഹുവ മൊയ്ത്രയെ ലോക്സഭയിൽ നിന്ന് പുറത്താക്കിയിരുന്നു. മോദി സർക്കാരിനെ വെല്ലുവിളിക്കാൻ പാർലമെന്റിൽ പ്രത്യേക ചോദ്യങ്ങൾ ഉന്നയിച്ചതിന് പകരമായി ഒരു വ്യവസായിയിൽ നിന്ന് സമ്മാനങ്ങളും പണവും സ്വീകരിച്ചതിന് എത്തിക്സ് കമ്മിറ്റി അവർ കുറ്റക്കാരിയാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു ഇത്. എന്നാൽ ആരോപണങ്ങൾ നിഷേധിച്ച മഹുവ മൊയ്ത്ര എത്തിക്സ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് പക്ഷപാതപരവും രാഷ്ട്രീയപ്രേരിതവുമാണെന്ന് പറഞ്ഞിരുന്നു. ന്യൂസ് ഡെസ്ക് 1 ഇന്ത്യ മലയാളം.